ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കർത്താവ് ഈശോ മിശിഹ തൻ്റെ പരസ്യജീവിതകാലത്ത് ഏറ്റവും അധികം നേരിട്ട ഒരു പ്രധാന ആരോപണം ചുങ്കക്കാരോടും പാപികളോടും വേശ്യകളോടും അവൻ കൂട്ടുചേരുന്നു എന്ന ആരോപണമാണ്. പാവങ്ങളോട്, പാപികളോട്, തകർന്നവരോട്, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പ്രത്യേകമാം വിധം കരുണയും സ്നേഹവും അലിവും ആർദ്രതയും കർത്താവ് ഈശോ മിശിഹ പ്രകടമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പൊതുവെ ഉന്നത ശ്രേഷ്ഠരായി കണക്കാക്കപ്പെട്ടിരുന്ന ഫരിസേയർക്കും നിയമജ്ഞർക്കും യേശുവിൻ്റെ ഈ മനോഭാവവും പ്രവർത്തനങ്ങളും ശൈലികളും ഒട്ടുമങ്ങോട്ട് രുചിച്ചില്ല. അവർ യേശുവിനെതിരെ ഇതാ ആരോപണ ശരങ്ങൾ ഉതിർക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ ഈശോ പറഞ്ഞ 3 ഉപമകളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമ, കാണാതെ പോയ ആടിൻ്റെ ഉപമ, നഷ്ടപ്പെട്ടുപോയ നാണയത്തിൻ്റെ ഉപമ. യഹൂദരുടെ ദൈവസങ്കല്പത്തിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ, സ്നേഹിക്കുന്ന ഒരു ദൈവസങ്കല്പം, യഹൂദ മതത്തിൻ്റെ ദൈവസങ്കല്പത്തിൽ നിന്നും ഒത്തിരിയേറെ വ്യത്യാസമുള്ള, കരുണയും ക്ഷമയും ആർദ്രതയും പ്രകടമാക്കുന്ന ദൈവസങ്കല്പം പിതാവിനെക്കുറിച്ച് ഈശോ ജനത്തിൻ്റെ മുൻപിൽ ഈ 3 ഉപമകളിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു. പാപികളെയും തകർന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദൈവം ഉപേക്ഷിക്കുന്നില്ല എന്നും, അനുതപിച്ച് തിരിച്ചു വരുന്ന പാപിയെയും പ്രതീക്ഷിച്ച് ദൈവം കാത്തു നിൽക്കുന്നുവെന്നും, അതിൻ്റെ ഭാഗമായിട്ടു തന്നെയാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്നും, അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അധികമായി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്നും ഈശോ അസന്നിഗ്ധമായി ഇതാ ജനത്തെ പഠിപ്പിക്കുകയാണ് ഈ 3 ഉപമകളിലൂടെ. ധൂർത്തപുത്രൻ്റെ ഉപമയിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. പ്രിയമുള്ളവരെ, ഈ ഉപമയിൽ പ്രധാനമായും നമ്മൾ കണ്ടുമുട്ടുന്ന 3 കഥാപാത്രങ്ങളുണ്ട്. ഒന്നാമതായി ധൂർത്തപുത്രൻ, രണ്ടാമതായി മൂത്ത പുത്രൻ, മൂന്നാമതായി പിതാവ്. ഈ ഉപമയിലെ 3 കഥാപാത്രങ്ങൾ, കഥയുടെ സംഗ്രഹം ഇപ്രകാരമാണ്. ഒരു പിതാവിന് 2 മക്കളുണ്ട്. അതിൽ ഇളയവൻ പിതാവിൻ്റെ അടുത്ത് സ്വത്തിൽ തനിക്കുള്ള ഓഹരി ആവശ്യപ്പെടുന്നു. പിതാവ് വേദനയോടെ അത് കൊടുക്കുന്നു. പുത്രൻ ആ സമ്പത്തുമായി പിതാവിനെ ധിക്കരിച്ച് ദൂരദേശത്തേക്ക് പോകുന്നു. ധൂർത്തനായി ജീവിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ഒന്നും ഭക്ഷിക്കാനില്ലാതെ വേദനിച്ച് സങ്കടപ്പെട്ട് കഴിയുമ്പോൾ അവന് സുബോധമുണ്ടാകുന്നു. പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് ഉള്ളിൽ തോന്നലുള്ളതുകൊണ്ട് ഒരു ദാസനായി കണക്കാക്കിയാൽ മതി, ഇപ്രകാരം അപേക്ഷിക്കാം എന്നൊക്കെ കരുതിയാണ് അവൻ തിരിച്ചു വരുന്നത്. എന്നാൽ പിതാവ് അവനെ വീണ്ടും മകനായി ഏറെ സ്നേഹത്തോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ സ്വീകരിച്ച് അവൻ്റെ തിരിച്ചുവരവ് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നു. പിന്നീട് മൂത്ത പുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ വയലിൽ നിന്ന് ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ, തൻ്റെ അനിയൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കി മാറ്റിയ പിതാവിൻ്റെ പ്രവൃത്തിയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു. എന്നാൽ അവനെയും സാന്ത്വനിപ്പിച്ചുകൊണ്ട് പിതാവ് അവനെ സ്വന്തം ഭവനത്തിലേക്ക് സ്നേഹത്തോടെ ആനയിക്കുന്നു. ഇത്രയുമാണ് ധൂർത്തപുത്രൻ്റെ ഉപമയുടെ, ആ കഥയുടെ സംഗ്രഹം. ഈ കഥയിലെ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളായ അപ്പൻ, ഒന്നാമത്തേത് അപ്പൻ, 2 മക്കളുടെ അപ്പൻ, അദ്ദേഹം തീർച്ചയായും ദൈവപിതാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈശോ ഈ ഉപമ പറയുമ്പോൾ ഉപമയുടെ തലക്കെട്ട്, അല്ലെങ്കിൽ ഉപമയുടെ ഹെഡിങ് ധൂർത്തപുത്രൻ എന്ന് ആണ് എങ്കിലും ഇവിടെ ധൂർത്തപുത്രൻ മാത്രമല്ല, ധൂർത്തനായ ഒരു പിതാവുമുണ്ട്. സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവ്, മക്കളോടുള്ള സ്നേഹം ധൂർത്തടിക്കുന്ന ഒരു പിതാവ്. പിതാവായ ദൈവം സ്നേഹവും കരുണയും
ദയയും ക്ഷമയും നമ്മുടെ ജീവിതത്തിലേക്ക് പരിധിയില്ലാതെ പരിമിതിയില്ലാതെ സമൃദ്ധമായി ധാരാളമായി ഒഴുക്കുന്നവനാണ് എന്ന ആശയം ഈ ഉപമയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. രണ്ടാമത്തേത് ധൂർത്തപുത്രൻ. യഹൂദരുടെ പ്രത്യേകമായ മതസംസ്കാരത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ധൂർത്തപുത്രൻ നമുക്ക് ചുങ്കക്കാരുടെയും പാപികളുടെയും ഒരു പ്രതിനിധിയായി ധൂർത്തപുത്രനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചുങ്കക്കാരുടെയും പാപികളുടെയും പ്രതിനിധിയായി ധൂർത്തപുത്രനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ വ്യക്തികളുടെ തിരിച്ചുവരവ് കൊതിയോടെ ആകാംക്ഷയോടെ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന പിതാവായ ദൈവം. അങ്ങനെയാണെങ്കിൽ മൂത്തപുത്രൻ, 2 മക്കളിൽ മൂത്തവൻ, അദ്ദേഹം തീർച്ചയായും ആരുടെ പ്രതിനിധിയായിരിക്കും? അത് യഹൂദ മതവംശത്തിൽ തന്നെയുള്ള ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രതിനിധിയായി വേണമെങ്കിൽ മൂത്ത പുത്രനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് അവർ അനുസരിക്കുന്നുണ്ട്, പിതാവിൻ്റെ ഭവനത്തിൽ അവർ വസിക്കുന്നുമുണ്ട്. എന്നാൽ പിതാവിനോടുള്ള ഭയവും ഒപ്പം സ്വാർത്ഥതയുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭവനത്തിൽ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. സത്യത്തിൽ ദൈവത്തോട് അവർക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. ദൈവത്തോടുള്ള ഭയം നിമിത്തം, അവരവരുടേതായ ചില സ്വാർത്ഥതകൾ നിമിത്തം നിയമങ്ങളൊക്കെ പാലിച്ചും അനുസരിച്ചും അവർ അങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. ഇങ്ങനെ 2 വിഭാഗങ്ങളെ 2 കഥാപാത്രങ്ങൾ പ്രതിനിധീകരിക്കുകയാണ്. 2 കൂട്ടരെയും ഒരുപോലെ സ്നേഹിച്ചും ഒരുപോലെ അവരുടെ തിരിച്ചുവരവ് ആഗ്രഹിച്ചും ഒരുപോലെ തൻ്റെ സ്നേഹം വർഷിച്ചും കരുണ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന, ദയ കാണിക്കുന്ന പിതാവിൻ്റെ ചിത്രമാണ് ഈ ഉപമയിൽ വ്യക്തമായും കൃത്യമായും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പൊതുവായി ഈ ഉപമയെ ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ഇതാണ്: യഹൂദ മതവും ക്രിസ്തു മതവും തമ്മിലുള്ള കാതലായ ഒരു വ്യത്യാസം ഈ ഉപമയിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. യഹൂദമതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നിയമാനുഷ്ഠാനം വഴി രക്ഷ പ്രാപിക്കാം, അനുഗ്രഹം സ്വീകരിക്കാം, അഭിഷേകം പ്രാപിക്കാം എന്ന് വിശ്വസിക്കുന്ന മതമാണ് യഹൂദമതം. ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളും അതിൻ്റെ ഉപവിഭാഗങ്ങളും യാതൊരു തരത്തിലും ലംഘിക്കാതെ, അണുവിട തെറ്റിക്കാതെ പാലിക്കാൻ സാധിക്കുന്ന ഏതൊരു യഹൂദനും സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാണ് എന്ന് ഇതാ യഹൂദമതത്തിലെ വ്യക്തികൾ വിശ്വസിക്കുകയാണ്. ക്രിസ്തുമതത്തിൻ്റെ കാര്യത്തിൽ ആ ചിന്തയ്ക്ക് വ്യത്യസ്തമായി രക്ഷ ഒരിക്കലും നിയമപാലനത്തിലൂടെ നേടിയെടുക്കുന്നതല്ല എന്നും ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ് എന്നുമുള്ള അടിസ്ഥാനപരമായ വിശ്വാസമാണ് ക്രിസ്തുമതത്തിന് ഉള്ളത്. യഹൂദമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും രക്ഷയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിലെ വ്യത്യാസം ഈ ഉപമയിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. സ്വന്തം പരിശ്രമത്താൽ നമുക്കൊരിക്കലും രക്ഷ പ്രാപിക്കുക സാധ്യമല്ല. രക്ഷ സൗജന്യദാനമാണ്. ക്രിസ്തു നമുക്ക് നൽകുന്ന രക്ഷ എന്ന സൗജന്യദാനത്തെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമ്മളാലാകും വിധം അതിനോട് സഹകരിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുക സാധ്യമല്ല, മറിച്ച് സൗജന്യമായി ലഭിക്കുന്ന രക്ഷയോട് നമ്മൾ സഹകരിച്ച് അത് സ്വീകരിക്കുകയാണ് നമുക്കുള്ള മാർഗം. യഹൂദരെ സംബന്ധിച്ചിടത്തോളം നിയമം പാലിച്ച് സ്വന്തം പരിശ്രമത്താൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ ഒരു അടിസ്ഥാന വ്യത്യാസവും ഈ ഉപമയിൽ നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്നതായി കാണാനായിട്ട് സാധിക്കും. ഉപമയുടെ സന്ദേശം എന്താണ്? പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ: ഒന്നാമതായി, ദൈവത്തിൻ്റെ നിർവചനം അനാവരണം ചെയ്യപ്പെടുന്ന ഒരു ഉപമയാണ് ഇത്. ദൈവത്തിൻ്റെ നിർവചനം എന്താണ്? ദൈവത്തിൻ്റെ നിർവചനം ഒരു നിർവചനത്തിൻ്റെ അകത്ത് ഒതുക്കാൻ സാധിക്കുന്ന ഒന്നല്ല ദൈവം എന്ന യാഥാർത്ഥ്യം. എങ്കിലും കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല, ഭാഷയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നിർവചനമാണ് യോഹന്നാൻ ശ്ലീഹ നൽകുന്ന നിർവചനം: ദൈവം സ്നേഹമാകുന്നു എന്ന നിർവചനം. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അനാവരണം ചെയ്യപ്പെടുന്ന ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ദൈവം സമം സ്നേഹം, ക്ഷമ, ദയ, കാരുണ്യം എന്നതാണ് എന്ന് ഈ ഉപമയിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ദൈവം സമം
സ്നേഹം പ്ലസ് കരുണ പ്ലസ് ക്ഷമ പ്ലസ് ദയ. ഇതാണ് ദൈവമെന്ന നിർവചനമെന്ന് ഈ ഉപമ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്, അനാവരണം ചെയ്യുകയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വളരെ വ്യക്തമായും കൃത്യമായും ശക്തമായും നമ്മൾ കണ്ടുമുട്ടുന്ന യാഥാർത്ഥ്യമാണ്, ഈശോ ക്ഷമയുടെ അവതാരമായിരുന്നു, കാരുണ്യത്തിൻ്റെ അവതാരമായിരുന്നു, സ്നേഹത്തിൻ്റെ ദയയുടെ അലിവിൻ്റെ അവതാരമായിരുന്നു. എത്ര വലിയ പാപം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അനുദപിച്ച് തിരിച്ചു വരാൻ അവർ തയ്യാറാകുമ്പോൾ ദയയോടെ, അലിവോടെ, അനുകമ്പയോടെ അവൻ്റെ പാപം മുഴുവനും മറന്നു കളഞ്ഞ് സ്നേഹത്തോടെ അവനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ദൈവപുത്രൻ, ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയുടെ പാപത്തിലേക്ക് നോക്കാതെ പാപിയിലെ സ്നേഹം മനുഷ്യനെ നോക്കി അവൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ദൈവമായ കർത്താവ്. പാപത്തെയും പാപിയെയും വേർതിരിച്ച് കാണേണ്ടതുണ്ട്. നമ്മൾ വെറുക്കേണ്ടത് പാപത്തെയാണ്, പാപിയെയല്ല. നമ്മുടെ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, പരിചയമുള്ള വ്യക്തികൾക്കിടയിലാകട്ടെ പാപികൾ ധാരാളമുണ്ട്. ഞാനും നിങ്ങളും ഉൾപ്പെടെ നമ്മളെല്ലാവരും പാപികളാണ്. അതിൽ തന്നെ ഒരുപക്ഷെ നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ വളരെ പ്രയാസമുള്ള പാപങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. വളരെ കഠിനമായ പാപം അല്ലെങ്കിൽ നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ വളരെ പ്രയാസമുള്ള തരത്തിലുള്ള പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ടാകാം. പാപിയെ സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു പറയുന്നത്. അവനിലെ പാപത്തെ നമുക്ക് വെറുക്കാം, അത് വേണ്ടെന്ന് വയ്ക്കാം, അത് ഉപേക്ഷിക്കാം. ആ പാപമില്ലാതെ അവൻ ജീവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. എന്നാൽ ഒരിക്കലും ആ വ്യക്തിയെ വെറുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപിയെ സ്നേഹിക്കണം, പാപത്തെ വെറുക്കണം. പാപിയെ സ്നേഹിക്കണം, പാപത്തെ വെറുക്കണം. ദൈവം അതാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന നിത്യമായ സനാതനമായ ഒരു വലിയ യാഥാർത്ഥ്യം. പാപിയോട് കരുണ കാണിക്കുന്ന, പാപത്തെ വെറുക്കുന്ന യേശുവിൻ്റെ ചിത്രം സുവിശേഷങ്ങളിലുടനീളം നമുക്ക് കാണാം. പിടിക്കപ്പെട്ട വ്യഭിചാരിണി, കണ്ണുനീരുകൊണ്ട് പാദം കഴുകിയ സ്ത്രീ, കുരിശിൻ്റെ വലതുവശത്ത് തറയ്ക്കപ്പെട്ട കള്ളൻ, യേശുവിനെ കുരിശിൽ തറച്ച റോമൻ പടയാളികൾ, എല്ലാവരോടും നിരുപാധികം ഈശോ ക്ഷമിക്കുന്നു, കരുണ കാണിക്കുന്നു, സ്നേഹിക്കുന്നു. ഒരുപക്ഷെ യേശുവിൻ്റെ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ അർഹരാകുന്ന വ്യക്തികൾ ആരായിരിക്കും? അത് പാപികളായിരിക്കും. അവരിലെ പാപത്തെ ഈശോ വെറുക്കുന്നു, എന്നാൽ പാപിയെ ഈശോ സ്നേഹിക്കുന്നു. അവരുടെ തിരിച്ചുവരവ് ഏറെ ആകാംക്ഷയോടെ ഈശോ കാത്തിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഒരുപക്ഷെ യൂദാസ്കറിയാത്തയെ ആയിരിക്കാം. കാരണം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് മുൻകൂട്ടി കണ്ട ഈശോ ഏത് വിധേയനെയും അവനെ ചേർത്ത് പിടിക്കാൻ, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, തൻ്റെ ആത്മാവിനോട് ചേർത്ത് വയ്ക്കാൻ ഈശോ ആഗ്രഹിച്ചു, ഈശോ പരിശ്രമിച്ചു. അവസാന നിമിഷം വരെ ഈശോ അതിന് ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു യൂദാസ്കറിയാത്ത ഒറ്റുകൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇതാ ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദാരുണമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈശോയ്ക്ക് വ്യക്തമായും അറിയാം. എന്നിട്ടും ആ നിമിഷത്തിൽ ഈശോ യൂദാസിനെ വിളിക്കുന്നത് ക്രൂരനെന്നോ ദുഷ്ടനെന്നോ വഞ്ചകനെന്നോ വിശ്വാസവഞ്ചന കാണിച്ചവനെന്നോ ഒന്നുമല്ല. നേരെ മറിച്ച് ഈശോ വിളിക്കുന്നത് സ്നേഹിത എന്നാണ്. സ്നേഹിത എന്നാണ്. ഈശോ സ്നേഹിത എന്ന് ഒരുവനെ വിളിച്ചാൽ ആ വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ, അത് സ്നേഹിതൻ എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഹൃദയത്തിൽ ഒന്ന് വിചാരിച്ച് അധരത്തിൽ വേറെ വാക്കുകൾ പറയുന്നവരാണ് മനുഷ്യരായ നമ്മൾ. ഉള്ളിൽ ഇഷ്ടമില്ലെങ്കിലും സ്നേഹമില്ലെങ്കിലും മുഖത്ത് പുഞ്ചിരി വരുത്താനും, ഉള്ളിൽ ഇഷ്ടമില്ലെങ്കിലും സ്നേഹമില്ലെങ്കിലും മധുരം പുരണ്ട വാക്കുകളാൽ മനുഷ്യരെ പറ്റിക്കാനും മനുഷ്യരായ നമുക്ക് സാധിക്കും. ഈശോയ്ക്ക് ഒരിക്കലും അത് സാധ്യമല്ല. ഈശോ സ്നേഹിത എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ ചങ്കിൽ മുഴുവനും ആ വാക്കിന് സ്നേഹം എന്ന അർത്ഥം തന്നെയാണുള്ളത്. സ്നേഹിത എന്ന വാക്കിന് സ്നേഹം എന്ന അർത്ഥം തന്നെയാണുള്ളത്. ആത്മാർത്ഥമായി ഈശോ അവനെ സ്നേഹിത എന്ന് വിളിക്കുകയാണ്. സ്നേഹിത എന്ന് വിളിക്കുകയാണ്. ഒറ്റുകൊടുക്കപ്പെടുന്ന സമയത്ത് പോലും ഈശോ വിളിക്കുന്നത് സ്നേഹിത എന്നും. അവസാനമായി ആ മകനെ ഒന്ന് വീണ്ടെടുക്കാൻ ഈശോ പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യം, എന്തുകൊണ്ട് യൂദാസിന് തിരിച്ചുവരവ് അസാധ്യമായി? എന്തുകൊണ്ട് യൂദാസിന് ഒരു തിരിച്ചുവരവ് സാധിച്ചില്ല? 3 വർഷം ഈശോയുടെ കൂടെ ഊണിലും ഉറക്കത്തിലും നടന്നൊരു മനുഷ്യൻ,
അവനിതാ 3-ാം വർഷത്തിൻ്റെ അവസാനത്തിൽ ഈശോയെ ഒറ്റുകൊടുക്കുന്നു. ഒരു ദുർബല നിമിഷത്തിൽ ഒറ്റുകൊടുത്തത് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം, മനസ്സിലാക്കാം. അതിനുശേഷവും അവൻ എന്തേ തിരിച്ചു വന്നില്ല? നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ സത്യമാണത്, ഒരു യാഥാർത്ഥ്യമാണത്. ഒറ്റുകൊടുത്ത യൂദാസിനോട് ഈശോ ക്ഷമിക്കുമെന്ന് യൂദാസിന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാര്യം ശരിയാണ്, അവൻ ചെയ്ത പ്രവൃത്തി വലിയൊരു തിന്മ തന്നെയാണ്, വലിയൊരു തെറ്റാണ്. വെറും 30 വെള്ളിക്കാശിന് വേണ്ടി സ്വന്തം ഗുരുവിനെ ഊണിലും ഉറക്കത്തിലും തന്നെ കൂടെ കൊണ്ടു നടന്ന് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സ്നേഹം മാത്രം പങ്കുവെച്ച് സ്നേഹം കൊണ്ടവന് ഹൃദയത്തെ നിറച്ച തൻ്റെ ഗുരുവിനെ വെറും 30 വെള്ളിക്കാശിന് അവൻ ഒറ്റുകൊടുത്തു. പൊറുക്കപ്പെടാൻ വളരെ പ്രയാസമുള്ള തിന്മയാണ്, അല്ലെങ്കിൽ വലിയ ഒരു പാപമാണ് എന്നത് യാഥാർത്ഥ്യം തന്നെ. എങ്കിലും അതിനുശേഷമെങ്കിലും യൂദാസിന് വേണമെങ്കിൽ തിരിച്ചു വരാമായിരുന്നു, അനുതപിക്കാമായിരുന്നു, മാപ്പ് ചോദിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം 3 വർഷം ഈശോയുടെ കൂടെ നടന്ന യൂദാസിന് യേശുവിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഒറ്റുകൊടുക്കത്തതിന് ശേഷമെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. പിടിക്കപ്പെട്ട വ്യഭിചാരിണിയോടും, അതുപോലെ തന്നെ കണ്ണുനീര് കൊണ്ട് പാദം കഴുകിയവളോടും, അതുപോലെ തന്നെ ജീവിതകാലത്തുടനീളം യേശു സുഖപ്പെടുത്തിയ ഓരോ രോഗികളോടും, ചുങ്കക്കാരോടും, വേശ്യകളോടും എല്ലാം കരുണ കാണിക്കുന്ന യേശുവിനെ തൊട്ടരികിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് യൂദാസ് കറിയാത്ത. എന്നിട്ടും എന്തേ യൂദാസ് കറിയാത്തയ്ക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല, അനുതപിക്കാൻ സാധിച്ചില്ല, മാപ്പ് ചോദിച്ച് കണ്ണുനീരൊഴുക്കാൻ സാധിച്ചില്ല? സത്യത്തിൽ യൂദാസ് കറിയാത്തയ്ക്ക് സംഭവിച്ച അതേ വീഴ്ച തന്നെ സംഭവിച്ച മറ്റൊരു വ്യക്തിയാണ് പത്രോസ് അപ്പസ്തോലൻ. അദ്ദേഹം തള്ളിപ്പറഞ്ഞു. ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞ പത്രോസ് ഇതാ ഈശോ ഒറ്റുകൊടുക്കപ്പെട്ടതിന് ശേഷം ഈശോനെ 3 പ്രാവശ്യം തള്ളിപ്പറയുകയാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും വിചാരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അനുതപിച്ചു. കരഞ്ഞ് അനുതാപത്തിൻ്റെ കണ്ണുനീരാൽ കവിൾത്തടങ്ങളിൽ അദ്ദേഹം ചാലുകേറിയപ്പോൾ അദ്ദേഹം വീണ്ടും ഇതാ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരികയാണ്. സംഭവിച്ചത് എന്താണ്? സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസ്ലീഹ മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാം. യൂദാസ് കറിയാത്ത മാനസാന്തരപ്പെട്ടിരുന്നുവെങ്കിൽ, പത്രോസിനെ പോലെ തന്നെ കരഞ്ഞ് നിലവിളിച്ച് മാപ്പ് ചോദിച്ച് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന സ്ഥാനം അതെത്രയോ വലുതായിരുന്നു. പത്രോസ്ലീഹായ്ക്ക് കിട്ടിയ സ്ഥാനം സഭയുടെ മൂലക്കല്ലായി മാറുവാൻ ഈശോ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ശിമയോനെ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ഇന്നും നിലനിൽക്കുന്ന കത്തോലിക്ക സഭ എന്ന മഹാസൗധത്തെ പണിതുയർത്താൻ ഈശോ ഉപയോഗിച്ച പാറ പത്രോസ് എന്ന പാറയായിരുന്നു. ദുർബലനായ ഒരു സാധു മനുഷ്യൻ, നിർണായകമായൊരു നിമിഷത്തിൽ പെട്ടെന്ന് വേവലാതി കൊണ്ട് സ്വന്തം ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ദുർബലനായൊരു മനുഷ്യൻ. എന്നാൽ അവൻ തിരിച്ചു വന്നപ്പോൾ, അനുതപിച്ച് കണ്ണുനീരൊഴുക്കി മാപ്പ് ചോദിച്ച് തിരിച്ചു വന്നപ്പോൾ അവന് കിട്ടിയത് കരുണയും സ്നേഹവും ക്ഷമയും മാത്രമല്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. ഒപ്പം സഭ എന്ന മഹാസൗധത്തെ പണിതുയർത്താൻ ക്രിസ്തു ഉപയോഗിച്ചത് പത്രോസ് എന്ന ദുർബലമായ പാറ, അല്ലെങ്കിൽ ദൈവം ആ പാറയെ ബലവത്താക്കി മാറ്റി, ദുർബലമായ ആ പാറയെ ബലവത്താക്കി മാറ്റി. അവൻ്റെ ജീവിതത്തിൽ അവൻ സ്വീകരിച്ച അനുഗ്രഹം, കൃപ അതെത്രയോ വലുതായിരുന്നു. അങ്ങനെയെങ്കിൽ യൂദാസ് കറിയാത്ത ഒറ്റുകൊടുത്തതൊരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു, സാരമില്ല. അദ്ദേഹത്തിന് അതിന് ശേഷം തിരിച്ചു വരാൻ സാധിച്ചിരുന്നുവെങ്കിൽ, മാപ്പ് ചോദിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവനും ഇതുപോലൊരു വലിയ സ്ഥാനമൊക്കെ, അല്ലെങ്കിൽ വലിയ ദൈവകൃപയൊക്കെ, അനുഗ്രഹമൊക്കെ അവൻ്റെ ജീവിതത്തിലും സംഭവിക്കുമായിരുന്നുവെന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാം. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഈശോ വ്യക്തമായും ഈ ഉപമ പറഞ്ഞ് പഠിപ്പിച്ച് സന്ദേശം ദൈവജനത്തിന് കൈമാറുകയാണ്, ശിഷ്യസമൂഹത്തിന് കൈമാറുകയാണ്. അനുതപിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീണ്ടും ആ പുത്രസ്ഥാനം അവന് ലഭിക്കുന്നു. വലിയ ആഘോഷം, വലിയ വിരുന്ന്. ഇതാ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നു, കാലിലണിയാൻ ചെരുപ്പ് ലഭിക്കുന്നു, സ്വർണ്ണ മോതിരം ലഭിക്കുന്നു, വീട്ടിൽ വലിയ ആഘോഷം നടക്കുന്നു, വിരുന്ന് നടക്കുന്നു. ഈ ഒരു ഉപമയിൽ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ശരിക്കും പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയല്ലേ പത്രോസിന് ലഭിച്ചത്. അദ്ദേഹം ഈശോയെ തള്ളിപ്പറഞ്ഞു.
എന്നാൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കണ്ണുനീരോണ്ട് യേശുവിൻ്റെ പാദം മനസ്സാ കഴുകിക്കഴിഞ്ഞപ്പോൾ ഇതാ അദ്ദേഹത്തിനും വലിയ ചെരുപ്പും മോതിരവും വസ്ത്രവും എന്ന പോലെ തന്നെ അദ്ദേഹത്തിനും വലിയൊരു സ്ഥാനം ലഭിക്കുകയാണ്. സഭയുടെ അടിസ്ഥാന ശിലയായി മാറുവാനുള്ള അസുലഭമായ ഭാഗ്യം ഇതാ പത്രോസ് അപ്പസ്തോലന് ലഭിച്ചു. ഈ ഉപമ കേട്ടിട്ടുള്ള യൂദാസ്കറിയാത്തയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊരു തിരിച്ചുവരവ് സാധ്യമായില്ല? യൂദാസ്കറിയാത്തയെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ പറഞ്ഞത്. ആരെയും വിധിക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അദ്ദേഹം രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കൊലക്കയർ കഴുത്തിൽ വീഴുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായ നിമിഷത്തിൽ, അല്ലെങ്കിൽ പ്രാണൻ ശരീരത്തിൽ വേർപെട്ട് പോകുന്നതിന് മുമ്പ് മനസ്സുകൊണ്ടെങ്കിലും അദ്ദേഹം യേശുവിനെ വിളിച്ചു കാണുമോ? നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ആരും വിധിക്കുന്നില്ല. ഇന്നുവരെ തിരുസഭ ഒരു വ്യക്തിയും നരകത്തിൽ പോയി എന്ന് വിധിച്ചിട്ടില്ല. സ്വർഗത്തിൽ പോയി എന്ന് അനേകരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നരകത്തിലൊരു വ്യക്തി പോയി എന്ന് തിരുസഭ ഇന്നുവരെയും ആരുടെയും കാര്യത്തിൽ വിധിച്ചിട്ടില്ല. നമുക്ക് ആരെയും വിധിക്കേണ്ട. നേരെ മറിച്ച് ഇപ്രകാരം മാത്രം ചിന്തിക്കാം: യൂദാസ്കറിയാത്തയ്ക്ക് തിരിച്ചു വരാൻ സാധിച്ചോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും ചിന്തിച്ചാൽ മാത്രം മതി. 3 വർഷം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചിട്ടും ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കാനും അനുഭവിക്കാനുമുള്ള എല്ലാ അവസരം ലഭിച്ചിട്ടും അവസാനം അവൻ്റെ ജീവിതം ഒരു കയറിൽ ഒടുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം അവിടെ അവസാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കണം. നല്ലതാ. ജന്മം കൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മളൊക്കെ ക്രിസ്ത്യാനികളായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു, നല്ലൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു, നല്ലൊരു ക്രൈസ്തവ പാരമ്പര്യം നമുക്കുണ്ടാകാം. കുഞ്ഞുനാളിലെ മാമോദീസ മുങ്ങി ക്രിസ്ത്യാനി ആയിട്ടുണ്ട്. അതിനുശേഷം എല്ലാ കൂദാശകളും സ്വീകരിച്ചിട്ടുണ്ട്. എന്നും പള്ളിയിൽ പോകുന്നുണ്ടാകാം, എന്നും ജപമാല ചൊല്ലുന്നുണ്ടാകാം, എന്നും കൂടെ ധ്യാനങ്ങളൊക്കെ കൂടുന്നുണ്ടാകാം. ഇതൊക്കെ ചെയ്തിട്ടും ശരിക്കും ഈശോയുടെ മനസ്സ് അനുഭവിക്കാൻ, അത് തിരിച്ചറിയാൻ, അത് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും സ്വന്തം ജീവിതം കൊണ്ട് അതിന് കഴിയുന്നുണ്ടോ? പാപം ചെയ്ത് കഴിയുമ്പോൾ അനുതപിക്കാനും തിരിച്ചു നടക്കാനും മാപ്പ് ചോദിക്കാനും സാധിക്കാവുന്ന ഒരു അകലത്തിലാണോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രന് തിരിച്ചു നടക്കാൻ സാധിച്ചു. പത്രോസ്ലീഹായ്ക്ക് തിരിച്ചു നടക്കാൻ സാധിച്ചു. യൂദാസ്കറിയാത്തായ്ക്ക് തിരിച്ചു നടക്കാൻ സാധിച്ചതിൻ്റെ ലക്ഷണമൊന്നും ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. ഞാനും നിങ്ങളും ഒരുപാട് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം നയിക്കുന്നവരൊക്കെയാണ്. പക്ഷെ എത്ര ചേർന്ന് നിന്നാലും യഥാർത്ഥത്തിൽ യേശുവിനെ അനുഭവിക്കാൻ, യേശു സ്നേഹം തിരിച്ചറിയാൻ, അനുദിന ജീവിതം മുഴുവനും ഒരു പരിഹാരത്തിൻ്റെ ജീവിതമാക്കി മാറ്റാൻ, പ്രായശ്ചിത്തത്തിൻ്റെ ജീവിതമാക്കി മാറ്റാൻ, തിരിച്ചു നടക്കലിൻ്റെ ജീവിതമാക്കി മാറ്റാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഈ ഉപമ ധ്യാനിക്കുമ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകാം. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അന്നേ ദിവസത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അനുദിന ജീവിതത്തിൽ എല്ലാ ദിനവും സംഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആ ദിവസത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ. പ്രഭാതം മുതൽ പ്രദോഷം വരെ എൻ്റെ ജീവിതത്തിൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സംഭവിച്ച വീഴ്ചകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. തിരിച്ചറിയുക, തിരുത്തുക, തിരിച്ചു വരിക, മാപ്പ് ചോദിച്ച് കണ്ണുനീരോട് കണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ കഴുകി ജീവിതത്തെ ഒരു തിരുനാൾ ആഘോഷമാക്കി മാറ്റുക. അതിലേക്കുള്ള വിളിയാണ്, അതിലേക്കുള്ള ക്ഷണമാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷേ മാരകമായ പാപങ്ങളോ ചാവുദോഷങ്ങളോ നമ്മിൽ പലരും ചെയ്തിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ വേർതിരിക്കാതെ തന്നെ ചെറിയ പാപവും സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ചെറിയ പാപത്തെക്കുറിച്ചും ആത്മാർത്ഥമായി അനുദപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്വർഗത്തോളം വിശുദ്ധി പ്രാപിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയ പാപത്തെക്കുറിച്ച് പോലും ആത്മാർത്ഥമായി അനുദപിക്കാൻ, പശ്ചാത്തപിക്കാൻ, തിരിച്ചു നടക്കാൻ നമുക്ക് തയ്യാറാകാം. കാരണം ദൈവം സ്നേഹമുള്ളവനാണ്, കരുണ കാണിക്കുന്നവനാണ്, ഔദാര്യം ഒഴുക്കുന്നവനാണ്, ക്ഷമ നൽകുന്നവനാണ്. നമ്മുടെ പാപം ചെറുതായാലും വലുതായാലും ആത്മാർത്ഥമായ അനുതാപം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു. പിന്നീട് ഒരിക്കലും നമ്മൾ ചെയ്ത പാപമൊന്നും ദൈവം ഓർത്തിരിക്കുന്നില്ല. സ്നേഹത്തോടെ നമ്മളെ ഇതാ വീണ്ടും ആ പുത്രീ സ്ഥാനത്തേക്ക് ഈശോ സ്വീകരിക്കുകയാണ്. ദൈവം സ്വീകരിക്കുകയാണ്. സ്വർഗ്ഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. ഈശോ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ വാക്കുകൾ ഒരിക്കലും നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. 100% അത് സത്യസന്ധമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് അനുദപിക്കാം, ഓരോ മണിക്കൂറിലും നമുക്ക് അനുദപിക്കാം, ഓരോ നിമിഷവും നമുക്ക് അനുദപിക്കാം. ജീവിതത്തെ അനുതാപത്തിൻ്റെ ജീവിതമാക്കി മാറ്റാം. ഈശോയെ
എൻ്റെ ജീവിതം കൊണ്ട് എപ്പോഴെങ്കിലും ഞാൻ നിന്നെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ദിവസം, ഈ നിമിഷം വരെ നിന്നെ വേദനിപ്പിച്ച എൻ്റെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാറ്റിനും മാപ്പ് ചോദിച്ച് നിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ തിരിച്ചു നടക്കുന്നു എന്നെപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. തൻ്റെ സ്നേഹത്തിലേക്ക് ഈശോ നമ്മെ സ്വീകരിക്കും, കരുണ കാണിക്കും, ക്ഷമ വർഷിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.